തിരുവണ്ണാമലൈ എന്ന പുണ്യഭൂമിയിൽ മോക്ഷം തേടിയെത്തുന്ന ആയിരക്കണക്കിന് ഭക്തർക്കിടയിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു സന്യാസി രൂപമുണ്ടായിരുന്നു. കാഷായ വസ്ത്രവും രുദ്രാക്ഷമാലയും നരച്ച നീണ്ട താടിയുമായി നടക്കുന്ന അയാൾ അവിടെ അറിയപ്പെടുന്നത് സതീഷ് സ്വാമി എന്നായിരുന്നു. എന്നാൽ അയാളുടെ യഥാർത്ഥ പേര് ശിവൻകുമാർ എന്നാണെന്നും 2021 ചിച്ചിലഞ്ചേരിയിൽ 13കാരിയായ പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ ശേഷം ആ കേസിൽ പിടികിട്ടാപ്പുള്ളിയാണ് അയാളെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. പാലക്കാട് ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പഴയൊരു കേസ് ഫയലിലെ മുഖം മാത്രമായിരുന്നു അയാൾ. വർഷങ്ങൾക്ക് ശേഷം 2025 ഓഗസ്റ്റ് 14 പാലക്കാട് സൈബർ സെല്ലിലെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിഞ്ഞ ഒരു ചുവന്ന സിഗ്നലാണ് ഈ കഥയുടെ ഗതി മാറ്റിയത്. ഒളിവിൽ കഴിയുന്ന ശിവൻകുമാർ തന്റെ സഹോദരിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ആ ടവർ ലൊക്കേഷൻ കാണിച്ചത് തമിഴ്നാട്ടിലെ സേലത്തായിരുന്നു. SHOTN ഉണ്ണികൃഷ്ണൻ നിർദ്ദേശം പ്രകാരം CPOമാരായ മിഥുനും റിനുവും അടങ്ങുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തന്നെ തമിഴ്നാട്ടിലേക്ക് തിരിച്ചു. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന പുലരിയിൽ അവർ സേലത്തെത്തി. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഏഴിമല എന്ന സിം കാർഡ് ഇടനിലക്കാരനെ കണ്ടെത്തി. ഒരു താടിക്കാരനാണ് സിം കൊടുത്തതെന്ന് അയാൾ പറഞ്ഞെങ്കിലും ആ നിമിഷം തന്നെ ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫായി പോലീസിനെ നിരാശയിലാഴ്ത്തി. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആ ഫോൺ വീണ്ടും ഓണായപ്പോൾ പോലീസിന് ലഭിച്ചത് അപ്രതീക്ഷിതമായ ഒരു വിവരമായിരുന്നു. ഫോൺ എടുത്തത് ശിവൻകുമാർ ആയിരുന്നില്ല, മറിച്ച് പഴനി എന്ന ടാക്സി ഡ്രൈവറായിരുന്നു. തന്റെ വണ്ടിയിൽ ഒരു യാത്രക്കാരൻ മറന്നുവെച്ചുപോയ ഫോണാതിന് ഇതെന്ന് പഴനി അറിയിച്ചു. തമിഴ്നാട് ഇൻസ്പെക്ടർ ചന്ദ്രമോഹന്റെ സഹായത്തോടെ കേരള പോലീസ് സംഘം പഴനിയെ കണ്ടെത്തി. സതീഷ് സ്വാമി എന്ന യാത്രക്കാരനെ താൻ തിരുവണ്ണാമലയിലെ ക്ഷേത്രത്തിന് അടുത്തുള്ള ഒരു ലോഡ്ജിൽ മുന്നിൽ ഇറക്കിയെന്ന നിർണായക വിവരം ഡ്രൈവറിൽ നിന്ന് ലഭിച്ചു. ഒട്ടും സമയം കളയാതെ പോലീസ് സംഘം ക്ഷേത്ര നഗരിയിലേക്ക് കുതിച്ചു. തിരുവണ്ണാമലയിലെ തിരക്കേറിയ തെരുവിലെ ആ പഴയ ലോഡ്ജിലേക്ക് പോലീസ് സംഘം കയറിച്ചെന്നു. രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ 3-ാം നിലയിലെ 307-ാം നമ്പർ മുറിയിൽ സതീഷ് സ്വാമി താമസിക്കുന്നെന്ന് വ്യക്തമായി. മരപ്പലകൾ കൊണ്ട് അടിച്ച സ്റ്റെയർ കേഴ്സുകൾ. ശബ്ദമുണ്ടാക്കാതെ അവർ മുകളിലെത്തി. മുറിക്ക് പുറത്തുനിന്ന് കാതോർത്തപ്പോൾ അകത്ത് മണികൾ കിലുങ്ങുന്നതും മന്ത്രങ്ങൾ ഉരുവിടുന്നതും പോലുള്ള ശബ്ദം കേൾക്കാമായിരുന്നു. ഭക്തിയുടെ മൂടുപടത്തിനുള്ളിൽ അയാൾ സുരക്ഷിതനാണെന്ന് വിശ്വസിച്ചു. വാതിൽ മുട്ടിയപ്പോൾ അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം കാഷായ വേഷത്തിൽ ഭസ്മക്കുറിയുമായി സതീഷ് സ്വാമി വാതിൽ തുറന്നു. സതീഷ് സ്വാമി എവിടെ എന്ന പോലീസിന്റെ ചോദ്യത്തിനു മുന്നിൽ അയാൾ പതറി. ഭക്തിയുടെ മുഖംമൂടി അഴിഞ്ഞു വീണു. ഞാൻ തന്നെയാണ് എന്ന വിറയലോടെ സമ്മതിക്കുമ്പോൾ അയാളുടെ കണ്ണുകളിൽ വേട്ടക്കാരന്റെ മുന്നിൽപ്പെട്ട ഇരയുടെ ഭയമായിരുന്നു. 2 വർഷമായി പോലീസിനെ വെട്ടിച്ച് ശിവൻകുമാർ എന്ന കുറ്റവാളി ഒടുവിൽ നിയമത്തിന് മുന്നിൽ കീഴടങ്ങി. തിരുവണ്ണാമലയിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള മടക്കയാത്രയിൽ കാഷായം അണിഞ്ഞതുകൊണ്ടോ പുണ്യസ്ഥലങ്ങളിൽ ഒളിച്ചതുകൊണ്ടോ ചെയ്ത പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാവില്ലെന്ന സത്യം അയാൾ തിരിച്ചറിയുകയായിരുന്നു.